ആലപ്പാട്ടെ കരിമൺ ഖനന വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടിനെ തള്ളുന്നതാണ് സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ നിലപാട്. ജനകീയ വിഷയങ്ങളിൽ പാർട്ടി എപ്പോഴും ജനങ്ങൾക്ക് ഒപ്പമായിരിക്കും എന്നാണ് കാനം രാജേന്ദ്രൻ വ്യക്തമാക്കുന്നത്. ജനങ്ങളെ മറന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാനാകുമോ എന്നും കാനം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതോടെ വെട്ടിലായിരിക്കുന്നത് സർക്കാരാണ്. ആലപ്പാട് സമരം ചെയ്യുന്നവർ മലപ്പുറത്തുകാരാണെന്നും ഖനനം നിയമപരമാണെന്നുമാണ് വ്യവസായ മന്ത്രി ഇ.പി. ജയരാജൻ പറയുന്നത്. ഖനനം നിയമപരമായിക്കോട്ടെ, പക്ഷേ അത് ജനജീവിതങ്ങളെ ബാധിച്ചാൽ അതിനെ മാറ്റേണ്ടത് സർക്കാരാണ്. സമരം ശ്രദ്ധിക്കപ്പെട്ടത് തന്നെ ഈ വിഷയത്തിൽ നാട്ടുകാർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ആലപ്പാട് പ്രദേശത്തിന്റെ വിസ്തീർണം കഴിഞ്ഞ 70 വർഷത്തിനിടെ 90% കുറഞ്ഞുവെന്നാണ് സേവ് ആലപ്പാട് ക്യാമ്പയിൻ പറയുന്നത്. ഇത് വളരെ ഭീതികരമായ ഒരു കണക്കാണ്. ഇതിനെയാണ് സർക്കാർ ഒരു പ്രാധാന്യവും കൊടുക്കാതെ തള്ളിക്കളയുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ കാനം രംഗത്ത് വന്നിരിക്കുന്നത്. ഇനി ഇടതുമുന്നണിയിൽ അടുത്ത പൊട്ടിത്തെറികൾക്ക് ആലപ്പാട് വിഷയം കാരണമാകും എന്നാണ് വിലയിരുത്തൽ. കരിമണൽ ഖനനത്തിനെതിരെയുള്ള സമരത്തിൽ ചർച്ച ചെയ്ത് സർക്കാർ ന്യായമായ പരിഹാരം കണ്ടെത്തണമെന്നാണ് കാനം അഭിപ്രായപ്പെടുന്നത്. എന്നാൽ സമരം വെറും പ്രഹസനമാണെന്ന തരത്തിൽ ഇ.പി. ജയരാജൻ എടുത്തടിച്ചതുപോലെ പറഞ്ഞതിനെതിരെയാണ് കാനം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ അത് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ കമ്പനി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ജീവിക്കാനായി സമരം ചെയ്യുന്നവരെ തള്ളിപ്പറയുന്നതിൽ എന്താണ് ന്യായം? ാണ് കാനം പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നതും. സമരത്തെ തള്ളി വ്യവസായ മന്ത്രി ഇ.പി. ജയരാജൻ വന്നതിന് പിന്നാലെയാണ് കാനത്തിന്റെ ഈ പ്രതികരണവും. ജനകീയ വിഷയങ്ങൾ ജനങ്ങൾക്കൊപ്പം എന്ന നിലപാടാണ് കാനത്തിന്. അതേസമയം കരിമണൽ ഖനനമല്ല ആലപ്പാടിനെ തകർത്തത് സുനാമിയാണെന്നായിരുന്നു വ്യവസായ മന്ത്രി ഇ.പി. ജയരാജന്റെ വാദം. ആലപ്പാട് സമരം ചെയ്യുന്നവർ മലപ്പുറത്തുള്ളവരാണ്. ഖനനം നിയമപരമാണെന്നും നിർത്തിവെക്കില്ല എന്നും സമരത്തെ തള്ളി വ്യവസായ മന്ത്രി വ്യക്തമാക്കുന്നു. ഖനനം നിയമപരമായാണ് നടത്തുന്നതെന്ന് IRI സർക്കാരിന് റിപ്പോർട്ട് നൽകി. ഇതുമായി ബന്ധപ്പെട്ട KMML അന്വേഷണം നടത്തിയതായും ഇ.പി. ജയരാജൻ പറയുന്നു. ഖനനം നിയമപരമാണെന്ന് KMML MD സർക്കാരിന് റിപ്പോർട്ട് നൽകിയെന്നും ഖനനം നിർത്തിവെക്കില്ല എന്നും ഇ.പി. ജയരാജൻ പറയുന്നുണ്ട്. കുട്ടികളും സ്ത്രീകളും തീരസംരക്ഷണത്തിനായി നടത്തുന്ന ആലപ്പാട്ടെ സമരത്തിന് പിന്നിൽ ബാഹ്യശക്തികളാണെന്നും അദ്ദേഹം പ്രത്യക്ഷമായി ആരോപിക്കുന്നു. അതുതന്നെയാണ് ഇ.പി. ജയരാജന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതും. ഇന്നേ വരെ ഖനനത്തിനെതിരെ ഒരു പരാതിയും ഉയർന്നിട്ടില്ല എന്നും ഇപ്പോൾ സമരം കൊണ്ടുവരുന്നത് സംശയാസ്പദമാണെന്നും ഇ.പി. ജയരാജൻ പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പരാതികളൊന്നും പരാതികളല്ലേ എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. ആലപ്പാട് ഖനനം നിയമപരമാണെന്നും തീരത്തെ ബാധിക്കില്ല എന്നുമാണ് IRIയും ഇതേപ്പറ്റി അന്വേഷിച്ച KMMLും സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടുകളിൽ വസ്തുതയുണ്ടെന്ന് കണ്ടാണ് ഇത് നിർത്തിവെക്കാനാകില്ല എന്ന് വ്യവസായ മന്ത്രി പറയുന്നത്. ഖനനം തീരത്തെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നാണ് സർക്കാരിൻ്റെയും നിലപാട്. തീരം സംരക്ഷിക്കാൻ ഭിത്തി കെട്ടിയിട്ടുണ്ട്. ഖനനമല്ല സുനാമിയാണ് ആലപ്പാടിനെ ബാധിച്ചതെന്നാണ് ഇ.പി. ജയരാജന്റെ വാക്കുകൾ. സമരം അനാവശ്യമാണെന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം. കരിമണൽ കടത്ത് ലോബി സമരത്തിന് പിന്നിലുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. എന്നാൽ ജനത്തെ മറന്ന് ഒരിക്കലും പൊതുമേഖലയെ സംരക്ഷിക്കുകയില്ല എന്നാണ് കാനം പറയുന്നത്. ആലപ്പാട്ടെ കരിമണൽ ഖനന വിരുദ്ധ സമരം ന്യായമെന്ന് P.K. കുഞ്ഞാലിക്കുട്ടി MPയും പറയുന്നു. ചില പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. സമരക്കാർ പറയുന്നത് അപ്പാട് തള്ളിക്കളയാൻ പറ്റില്ല എന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ ആലപ്പാട് വിഷയത്തിൽ CPIക്കും CPMനും രണ്ട് നിലപാടാണെന്നത് വ്യക്തം. സർക്കാർ പൊതുമേഖലയെ സംരക്ഷിക്കുമ്പോൾ CPI ജനങ്ങൾക്കൊപ്പമാണെന്ന് കാനം വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.